അനാഫൊക്കെ ആസ് എ പ്രവാസി അറിയാത്ത കഥയാണ്. അതെ അതെ. 2006 ഞാൻ UAE പോരുകയാണ്. വീട്ടില് വലിയ മാനേജറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോരുന്നത്. സംഭവം അബുദാബി ടാക്സിയിലേക്ക് വന്നതാ ഡ്രൈവറായിട്ട്. കമ്പനി തുടങ്ങിയിട്ടില്ല, കമ്പനിക്ക് നല്ലൊരു താമസ സ്ഥലം ഇല്ല, ഒന്നും ആയിട്ടില്ല. അബുദാബിയിലാണ് നമ്മള് വണ്ടി ഓടിക്കേണ്ടത്. പക്ഷെ അബുദാബിയിൽ ആ ബിൽഡിങ്ങിന്റെ പണി ചെയ്യാത്തത് കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു നേരം 2 നേരമൊക്കെ കഷ്ടിച്ച് ഭക്ഷണം കിട്ടുള്ളൂ. ആണ് കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ ഞാൻ അറബി വീട്ടിലൊക്കെ ഒരുപാട് പോയിട്ട് ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചിരിക്കുന്നു. അറബി വീട്ടിൽ പോയാല് ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി വിതരണം ചെയ്യും. ഞാൻ അവിടെ പോയി ഇറച്ചി വാങ്ങിക്കൊണ്ടുവരും. കാരിഫോറിൽ പോയാല് ട്രോളി ഉണ്ടല്ലോ, 1 ദിറംസിൽ ചങ്ങലയില് കൊളത്തും. അറബികൾക്ക് 1 ദിറംസ് വലിയ വിഷയമല്ലല്ലോ, ഒരു ഗ്രൗണ്ടിലെവിടെയും കൊണ്ടുപോയിടും. ഈ ട്രോളി പെറുക്കിയിട്ട് യഥാർത്ഥ സ്ഥലത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 ദിറംസ് പുറത്ത് വരും. ഇതുകൊണ്ട് ഞാൻ കാരിഫോറിൽ നിന്ന് അരിയും സാധനങ്ങൾ വാങ്ങും. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി ജീവിച്ച് നമ്മൾ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി ടാക്സിക്കാരെല്ലാരും കൂടിയിട്ട്. കമ്പനീന്റെ മെയിൻ മുതിർമാര് ദേഷ്യം പിടിച്ചിട്ട് അബുദാബിയിൽ കൊണ്ടുവന്നിട്ട്, അബുദാബി ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞില്ല, കറണ്ട് ഇല്ല, മരുഭൂമിയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരണം. കൊതുവിന്റെ കടി ഭയങ്കര ചൂടെടുത്തിട്ട് കിടന്നുറങ്ങുമ്പോ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് മുണ്ട് മുക്കിയിട്ട് മേത്തിട്ടിട്ടാണ് കിടക്കുക. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അബുദാബിയിൽ അവസാനം ലൈസൻസ് ആക്കി ടാക്സി ഓടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഫാദർ പിന്നീട് വേറെ ആരോ ത്രൂ അറിഞ്ഞു ഞാനിങ്ങനെ ടാക്സി ഡ്രൈവർ ആണെന്നുള്ളത്. നാട്ടിലേക്ക് തന്ത്രപൂർവ്വം എന്നെ വിളിച്ചു വരുത്തി. അങ്ങനെ ഞാൻ നാട്ടിലെത്തി നോക്കുമ്പോൾ ഫാദർ പറഞ്ഞു, ഞാൻ പാസ്പോർട്ടിലും വിസ അടിച്ചതൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല, ഒന്ന് കാണട്ടെ. പാസ്പോർട്ട് കൊടുത്ത് പിന്നെ ആ പാസ്പോർട്ട് എനിക്ക് കിട്ടുന്നത് എന്റെ വാപ്പ മരിച്ചിട്ടാണ്.